അവരെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പറ്റണം. ഇന്ന് ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പല കുടുംബത്തിലെയും വാപ്പാർക്ക് തൗഹീദ് ഉണ്ട്, മക്കൾക്കില്ല. വാപ്പ നല്ല മുവഹിദീങ്ങളായ കുടുംബ, മക്കൾക്ക് ആ തൗഹീദ് ഇല്ല. കാരണം തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന മനോഭാവത്തിലേക്ക് കാലഘട്ടം എത്തി. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്തു പാറക്കു മുകളിലൂടെ കറുത്ത ഉറുമ്പരിച്ചു വരുന്നത് പോലെ വിശ്വാസത്തിൽ അബദ്ധങ്ങളിലേക്ക് എത്തി. സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പോലും കൃത്യമായി പറയാൻ അറിയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ മക്കളും തലമുറകളും മാറുന്ന അവസ്ഥ ഇല്ലാതായി. അതുകൊണ്ടാ മുഖ്യധാര കേരളത്തിൽ ഒരു മുസ്ലിം കോളേജിൽ ചെന്ന് ചില പത്രക്കാർ ചോദിച്ചു, ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് വരുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? പെൺകുട്ടികൾ തട്ടമിട്ട പർദ്ദയിട്ട മക്കൾ പറഞ്ഞു, ഒരുമിച്ച് കത്തിക്കലല്ലേ, എന്താ പ്രശ്നം, കത്തിക്കട്ടെ, പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. ആ മക്കൾക്കറിയൂല, ജനിപ്പിച്ച വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് ആ വാപ്പാനെ അള്ളാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ തെസ്സിൽ കൊണ്ടുവച്ച് ഹൃദയം നുറുങ്ങുന്ന പ്രാർത്ഥനയോടെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തോളിലെടുത്ത വാപ്പാനെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് പടച്ചോനെ ഇനി ഏറ്റെടുക്കണേ എന്റെ വാപ്പാനെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആഴ്ചയിലും മാസത്തിലും പള്ളിയിലെത്തുമ്പോൾ വാപ്പാന്റെ കബറും പുറത്തുപോയി ഉമ്മാന്റെ കബറും പുറത്തുപോയി ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സിന്റെ ഈമാൻ ഇന്നത്തെ മക്കൾക്ക് കിട്ടുന്നില്ലെങ്കിൽ രക്ഷിതാക്കളെ നമ്മളും കുറ്റവാളികളാ. അറിയിച്ചു കൊടുക്കുന്നിടത്ത് അത് അറിയിച്ചു കൊടുക്കാൻ ഇവിടെ എന്തൊക്കെ മാർഗങ്ങൾ വന്നു. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന MSM, ഓരോ മക്കളെയും ക്യാമ്പസുകളിൽ നിന്ന് നന്മയുടെ കൈപിടിക്കുന്നവർ, പേനക്കത്തികൊണ്ട് സഹോദരന്റെ മാറിൽ ചിത്രം വരയ്ക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയോ ജീവിത രീതിയോ അല്ല ഇന്നതാ മക്കളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഈ അടുത്തിറങ്ങിയ സിനിമാ പാട്ടുകളൊക്കെ ഒന്ന് നോക്കിങ്ങള്. മക്കൾ എപ്പോഴും നാവിൽ ചൊല്ലുന്നത്, ഒരു ആയത്തോതിയിട്ടില്ലെങ്കിലും അവർ ഓതുന്നത്, ഞാൻ ആക്ഷേപിക്കുകയും കുറ്റം പറയല്ലോ, എത്രമാത്രം അവർ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാ. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടപ്പോക്ക്, ഉന്നം മറന്നൊരു പോക്ക്, ഉപദേശമോ മതിയാക്ക്, കട്ട ചോര കൊണ്ടടിക്കും ചോര സർവത്ത്. വയലൻസിനെ പ്രേമിക്കുന്ന ഒരു യൗവനം, വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൗമാരം. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു യൂട്യൂബറുടെ ക്വാളിറ്റി എന്തായിരുന്നു? ഭക്ഷണം ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലിടും. എന്തിനും ദ്വയാർത്ഥം പറയും, കുടുംബത്തോട് ദ്വയാർത്ഥ ചോദ്യം ചോദിക്കും. വലിയ യൂട്യൂബ് വ്ളോഗറാ. ഉദ്ഘാടനം ചെയ്യാമെന്ന് റോഡ് ബ്ലോക്കായി. ആരെ കൊണ്ട്? 8 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട്. അവസാനം യൂട്യൂബറെ തിരിച്ചയക്കാൻ പോലീസ് ഒരുങ്ങിയപ്പം ഈ 8 വയസ്സുള്ളവനും 12 വയസ്സുകാരനും പോലീസിനോട് പറഞ്ഞു, ഞങ്ങളെ യൂട്യൂബറെ തിരിച്ചയച്ച കേരളം ഞങ്ങൾ കത്തിക്കും. വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ ആ മക്കളുടെ ഹൃദയത്തിലേക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഈ ലോകത്ത് അല്ലാഹ് സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുൻപിൽ വെച്ച് സഹാബാക്കൾ ഓർമ്മപ്പെടുത്തി, മോനെ, കഴിക്കുന്നത് സസ്യമായാലും മാംസമായാലും ദഹിപ്പിക്കുന്ന ഒരു ആമാശയം തന്നവനാണ് നിന്റെ റബ്ബ്. ലോകത്ത് നിന്നെ ആര് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന റബ്ബ്. 12 ഞരമ്പുകളാൽ നിന്റെ കണ്ണിന് വർണ്ണ വിസ്മയം കൊടുത്ത റബ്ബ്. ലോകത്തൊരു മിക്സിയേക്കാൾ എളുപ്പത്തിൽ സാധനങ്ങൾ അരച്ചു കളയാൻ പറ്റുന്ന 32 തേറ്റകൾ കൊണ്ട് മനുഷ്യന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ കൃത്യമായി ചലിപ്പിക്കുന്ന നിന്റെ റബ്ബ്. എല്ലില്ലാത്ത നാവിനെ കൊണ്ട് സംസാരിക്കാനും എല്ലില്ലാത്ത ചുണ്ടുകളെ കൊണ്ട് ആശയവിനിമയം നടത്താനും മനുഷ്യന്റെ കൈകാലുകളെ കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോലും മനുഷ്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള വസ്തുക്കളെ പോലും ഒരു ചുണ്ടുവെള്ള കൊണ്ട് നിയന്ത്രിക്കാനും പറ്റുന്ന ഒരാദരവ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹിനെ സ്നേഹിക്കണം. ആ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് കാണണം. ആ റബ്ബിനെ ഹൃദയത്തോട് ചേർക്കണം. ആ റബ്ബിന് കൊടുക്കേണ്ട ശുക്റും നന്ദിയും ജീവിതം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇനി അതേയുള്ളൂ മാർഗം. നമ്മളെ ദുനിയാവിലേക്ക് ആസക്തിപ്പെട്ട് പരക്കം പായുന്ന സമൂഹത്തെ രക്ഷപ്പെടുത്താൻ അതേയുള്ളൂ ഇനി മാർഗം. നമ്മളൊക്കെ പറയാറില്ലേ, കൊന്നവനും കൊല്ലിച്ചവരുമൊക്കെ ആസ്വദിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോ, അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പിടിപാടുള്ളവരായതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ സസ്പെൻഷനിലാവുമ്പോ, നഞ്ചക്ക് കൊണ്ട് തലതല്ലിപ്പൊളിച്ചവനും പരീക്ഷ എഴുതുന്ന സംരക്ഷണത്തിലേക്ക് നീതികൂടം മാറുന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ, അദ്ഉ ഇലല്ലാഹ്, പടച്ചോനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവനാ തന്ത്രശാലി, ലോകത്തെന്തിന്റെക്കാളും വലിയ തന്ത്രശാലി. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയും
ഈ ദുനിയാവ് തിരിച്ചു പോകുമ്പോ, ഏത് നിമിഷവും അള്ളാഹ് തിരിച്ചു വിളിക്കുമ്പോ ഈ ദുനിയാവിൽ നല്ലൊരു കുടുംബമായി, നല്ലൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ദുനിയാവ് നമുക്ക് ഉപകാരപ്പെട്ടത്. അല്ലാണ്ട് ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാക്കലും, നാട്ടുകാരെ മുൻപിൽ ഒന്ന് വിജയിച്ചു എന്ന് കാണിക്കാൻ ലക്ഷറി കാറ് വാങ്ങലും, അല്ലെങ്കിൽ അത്യാവശ്യം ഏത് കോലത്തിലുള്ള ഡ്രസ് ഇട്ട് നടക്കലൊന്നും ദുനിയാവിൽ ജയല്ല. അത് ദുനിയാവിലുള്ള വേഷം കെട്ടലുകൾ മാത്രമാ. കാരണം കോടികൾ സമ്പാദിച്ചവരും പറമ്പ് വാങ്ങിയിട്ടവരും ഇന്ന് വീട്ടിൽ ചെന്ന് മക്കളോട് പറയണം, മക്കള് വാപ്പാനെ കൊയിലാണ്ടി കബർസ്ഥാനിൽ അടക്കരുത് ട്ടോ. പിന്നെ എവിടെ അടക്കേണ്ടത് എന്നറിയോ? വാപ്പ വാങ്ങിട്ടൊരു 10-15 സെന്റില്ലേ, അതിന്റെ മൂലയില് ഒരു ഭാഗത്തൊരു 6 അടി കുത്തി വാപ്പാൻ അവിടെ കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ, മറമാടണം എന്ന് പറഞ്ഞാൽ മറമാടൂല രക്ഷിതാക്കളെ. നിങ്ങളെ രക്ഷിതാക്കളെ ഒരുത്തനെയും വാപ്പയുമേനെയും മക്കള് എത്രയേറെ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മാക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൈത്തിലിട്ടിരുന്ന അല്ലെങ്കിൽ കയ്യിലിട്ടിരുന്ന സ്വർണ്ണായിരുന്നു എന്ന് പറയുമ്പോൾ, ഉമ്മ മരിച്ച ഉമ്മാന്റെ കബറിലേക്ക് ആ സ്വർണ്ണം അങ്ങിടണേ എന്ന് പറഞ്ഞാ ഒരു മക്കളും ആ കബറിലേക്ക് സ്വർണ്ണം ഇടൂല. ഇന്ന് ഭാര്യന്റെ കയ്യിലുള്ള സ്വർണം മറ്റേതോ വല്യമ്മാന്റെ കയ്യിലുണ്ടായിരുന്നതാ. ആ വല്യമ്മ മരിച്ചപ്പം കൊയിലാണ്ടി ഏതോ സ്ഥാപനത്തിൽ അവർ കൊണ്ടുപോയി വിറ്റതാ. ആ വിറ്റ സാധനം അവര് തീയിലിട്ട് ഉരുക്കി പുതിയ ഡിസൈൻ ആക്കിയപ്പോ നിങ്ങൾ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിയതാ. നിങ്ങൾ നാളെ മരിച്ചാലും ആ പെണ്ണിന്റെ ആഭരണം അതേ കടയിൽ കൊണ്ട് കൊടുക്കുമ്പം അവരതൊന്ന് സ്റ്റൈല് മാറ്റി വീണ്ടും അവൻ ഡിസ്പ്ലേ വെക്കുമ്പോ ഒരുപക്ഷെ ചെങ്ങോട്ടുകാവിലുള്ളതോ വടകരയിലുള്ളതോ കുടുംബം അത് വാങ്ങിക്കൊണ്ടോയേക്കാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രം, അതൊക്കെ കുറച്ചു കാലം ആസ്വദിക്കാനുള്ളത്. അതാ ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കരുത്. മറിച്ച് ഏറ്റവും വലുത് തിരിച്ചു പോകുമ്പോ പുഞ്ചിരിയോടെ അള്ളാഹുവിനെ കാണാൻ പറ്റണം. നമ്മൾ ജീവിച്ചിരുന്ന നാടും സമൂഹവും നമ്മളൊരു വലിയ സമ്പാദ്യമായിരുന്നു എന്ന് അവർക്കും നമ്മക്കും തോന്നണം. ഞാൻ എന്റെ കുടുംബത്തിന്റെ ഒരു വലിയ സന്തോഷമായിരുന്നു, സൗഭാഗ്യമായിരുന്നു എന്ന്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രണയ കാവ്യമാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും തമ്മിലുള്ള ജീവിതം. ആ ജീവിതത്തെ പോലെ ഇന്ന് ലോകത്തൊരു റീൽസുകളും ഇല്ലട്ടോ. അത്രക്ക് മനോഹര. ഓരോ സെക്കൻഡും. മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ ബീവി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഫാത്തിമ ബീവിന്റെ കണ്ണിങ്ങനെ നിറയും. അലി ബിൻ അബി ത്വാലിബ് ചോദിക്കും, എന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി ചോദിക്കും, അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? പെട്ടെന്ന് ചോദ്യം കേട്ട അലി റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവും. എന്നിട്ട് ചോദിക്കും, എന്താ ഫാത്തിമ അങ്ങനെ? നിങ്ങൾ പറ അലി, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ണീരുമായിട്ടിരിക്കുമ്പോ ഫാത്തിമ ബീവി അലീനെ അങ്ങനെ കവിളിലേക്ക് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, അലി, നിങ്ങൾ കെട്ടണം, ഞാൻ മരിച്ച നിങ്ങൾ കെട്ടണം. പക്ഷെ കെട്ടുന്നത് നിന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമനെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ മകൾ സൈനബ, രണ്ടാമത്തെ റുഖിയ, മൂന്നാമത്തെ ഉമ്മു കുൽസൂം, നാലാമത്തെ ഫാത്തിമ ബീവി. ഈ ഫാത്തിമ ബീവി പറയാണ്, എന്റെ മൂത്ത ഏട്ടത്തി സൈനബ റളിയല്ലാഹു അൻഹാന്റെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ നിങ്ങൾ കെട്ടാവും, വേറെ എവിടെയും പോയി കെട്ടരുത്. അലി ബിൻ അബി ത്വാലിബ് അമ്പരപ്പോടെ ചോദിക്കും, എന്തിന് ഫാത്തിമ? ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അലി, നിങ്ങളെപ്പോലുള്ള ഒരാളിന്റെ കുടുംബത്തിൽ വേണം അലി. നിങ്ങളെ ഞാൻ വേറൊരു കുടുംബത്തിന് വിട്ടുകൊടുക്കൂല അലി. നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ മക്കളെ സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ ആഹാരം സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പുറത്തു പോകരുത് അലി. നിന്റെ കുടുംബത്തിൽ നിന്നല്ലാണ്ട് നിങ്ങൾ വേറെ കെട്ടിയ നിങ്ങൾ ആ കുടുംബത്തിൽ പോകും. എനിക്ക് സൈക്കൂൽ അലി. നിങ്ങളെപ്പോലത്തെ ഒരു നല്ല മനുഷ്യൻ നിന്റെ കുടുംബത്തിൽ വേണം അലി. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഫാത്തിമ ബീവിയും പൊട്ടിക്കരഞ്ഞ് അണച്ചുകൂട്ടി പിടിക്കുന്ന. പിന്നീട് ഫാത്തിമ ബീവി ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുന്നുണ്ട്, വഫാത്താകുന്നുണ്ട്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുന്നത് ഇതേ യമാമനെ തന്നെയാണ്. 2 കല്യാണം അലി ബിൻ അബി ത്വാലിബ് കഴിച്ചിട്ടൊന്ന്, ഫാത്തിമ ബീവി, രണ്ടാമത്തെ യമാമ. ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? ഫാത്തിമ ബീവി പറയുന്ന ഒരു വാക്കില്ലേ, അലി, നിങ്ങളെപ്പോലെ ഒരാളിന്റെ കുടുംബത്തിൽ വേണം അലി. എനിക്ക് എന്റെ കുടുംബത്തിന് കിട്ടിയൊരു സൗഭാഗ്യങ്ങൾ. ഇനി നമ്മളൊന്ന് വീട്ടിൽ പോയി ചോദിച്ചു നോക്കി, ഇന്ന് രാത്രി അല്ലേ ഞാൻ മരിച്ചപ്പോ പെണ്ണുങ്ങൾ ചോദിക്കാം നമ്മളോട്, നിങ്ങൾ വേറെ കെട്ടുവോ? നമ്മളിങ്ങനെ മുക്കി മൂളിയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം പറയും, കെട്ടിക്കോളി, എന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണ്ടേ, നിങ്ങളെ ഞാനോ സഹിക്കേണ്ടത് സഹിച്ചു. ഇനി തിരിച്ചു അങ്ങോട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കി, മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കോട് പറയും, നിങ്ങൾ എന്റെ കുടുംബത്തിൽ തന്നെ കെട്ടണം കേട്ടോ, എന്റെ കുടുംബക്കാരെയും എന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് എന്താ ആലോചിക്കാം, എന്നെ തന്നെ കെട്ടിക്കുടുങ്ങി, ഇനിയിപ്പൊ എന്റെ കുടുംബത്തിലേക്ക് ഇനിയോ. ഇത് മനുഷ്യന്റെ വ്യക്തിത്വമാണ്, ഒരു മനുഷ്യന്റെ സ്വയം വ്യക്തിത്വമാണ്. അള്ളാന്റെ ഹബീബ് അത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് വില വേണ്ടത് അവനാന്റെ കുടുംബത്തിലാ, നാട്ടിലല്ല, സമൂഹത്തിലല്ല, പദവിയിലും പത്രാസിലും അല്ല. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചതുകൊണ്ടാ, ദുനിയാവിൽ നിങ്ങൾ എന്തോ മായത്തപ്പെട്ടു പോയതുകൊണ്ടാണ്.
നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു നല്ല വാക്കും നല്ല സ്വഭാവവും കിട്ടി തിരിച്ചു പോകാൻ പറ്റിയ ഓൻ ആഖിറത്തെ സ്നേഹിച്ചോനാ. ദുനിയാവ് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അതാ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളിൽ എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അല്ലാഹുവേ, ഗസയിലടക്കം ഏറെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. നാഥാ, ഈ ദുനിയാവ് വഞ്ചിക്കാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നിന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.